പി ജയരാജനെ കണ്ണൂരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയതിന്റെ ഉത്തരം തേടുന്ന മുഴുവൻ സഖാക്കളുടെ ചോദ്യങ്ങൾക്കും വീണ്ടും ബലവും മൂർച്ചയും ആഴവും കൂട്ടി പയ്യന്നൂർ MLA കുഞ്ഞികൃഷ്ണൻ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ആ നിലപാട്, ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് കുഞ്ഞികൃഷ്ണൻ പറയുന്നു എന്നുള്ളതാണ്. പാർലമെന്റിൽ മത്സരിക്കാൻ പി ജയരാജനെ പറഞ്ഞയക്കുമ്പോ അതിൽ പരാജയം സ്വീകരിച്ച് തിരിച്ചു വരുമ്പോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് പി ജയരാജനെ എടുക്കാതിരുന്നു. MV ജയരാജനോ മത്സരിക്കാൻ പോയി തിരിച്ചു വരുമ്പോ കണ്ണൂരിന്റെ ജില്ലാ നേതൃത്വത്തിലേക്ക് ഒരു മടിയും കൂടാതെ തിരിച്ചെടുത്തു. ഒരിലയിൽ രണ്ട് ഭക്ഷണം വിളമ്പിയതിന്റെ നീതിയില്ലായ്മയെ പാർട്ടിയിൽ ചോദ്യം ചെയ്ത എന്നെ എത്ര കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ഒരു സാമ്പത്തികമായ ക്രമക്കേടിനെതിരെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയിൽ സ്വാഭാവികമായ ലോജിക്കിന്, പ്രാക്ടിക്കാലിറ്റിക്ക് എതിരെ നിന്ന കാര്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ പാർട്ടി ഒരു വിമത ശബ്ദമായി കണ്ട് ഒറ്റപ്പെടുത്തി പുറത്താക്കിയതിന്റെ ഫലം എന്താ? പയ്യന്നൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയിൽ ഒരു വിമത ശബ്ദം, ഒരു സ്വതന്ത്ര ശബ്ദമായി 16ാം നിയമസഭയിൽ ഇരിക്കുകയാണ് ഇന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന MLA. എന്ത് ബേസാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? എന്ത് ബേസാണ്? ഈ പാർട്ടി വിട്ടാൽ കുഞ്ഞികൃഷ്ണൻ വെറും സാധാ മനുഷ്യനായി മാറും. പാർട്ടിക്ക് മുകളിൽ നിൽക്കാനോ സഞ്ചരിക്കാനോ സംസാരിക്കാനോ ഉള്ള ഒരു നിലവാരവും കുഞ്ഞികൃഷ്ണൻ ഇല്ല എന്ന് പറഞ്ഞ CPM നേതാക്കൾ ഇന്ന് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടിട്ടും MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിക്ക് അതിനെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോ പറയാനുള്ള ആർജവും തന്റെ ഇടവും നിലപാടും ഇന്നുമില്ല. ഈ രാഷ്ട്രീയ കേരളത്തിൽ ഇന്നുമില്ല. അത്രമേൽ വലിയ അധപ്പതനത്തിലേക്ക് CPM-നെ കൊണ്ടുവിട്ടത് ഈ ഗോവിന്ദൻ മാഷും സഖാവ് പിണറായി വിജയനുമാണ് എന്ന് പറയാൻ എന്താണ് ഇനി ഇവിടെ മടി? ഈ രണ്ടു ബിംബങ്ങളിൽ പാർട്ടിയെ കോർത്തിണക്കി കൂച്ചുവിലങ്ങിട്ടിടാൻ വേണ്ടി എന്ന് പാർട്ടി തീരുമാനിച്ചുവോ അന്ന് തുടങ്ങി സാധാരണ ജനങ്ങളിൽ നിന്ന്, പാർട്ടി സഖാക്കളിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ പാർട്ടി പിന്തിരിഞ്ഞോടാൻ എന്നുള്ളതിലൊരു സംശയവും വേണ്ട. ഈ വർഷത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ P രാജീവ് മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറഞ്ഞതെന്താ? വീടാന്തരം കയറി ആളുകൾക്ക് കൃത്യമായി ബോധവൽക്കരണം നടത്തുന്നതിൽ നിന്ന് പാർട്ടി സഖാക്കൾ വിട്ടുനിന്നു. എന്തുകൊണ്ട്? പാർട്ടിയെ മനസ്സിൽ ഹോൾഡ് ചെയ്യാൻ പാർട്ടി സഖാക്കൾക്ക് ധാർമ്മികമായി തോന്നിയില്ല എന്നുള്ളതാണ്. അതിന് കാരണം കുഞ്ഞികൃഷ്ണന്റേത് പോലെയുള്ളവരുടെ ശബ്ദം ഒരു വിമത ശബ്ദമായി മാത്രം കാണാൻ കഴിയില്ല. പാർട്ടിയുടെ യഥാർത്ഥ സ്വത്വത്തിനെതിരെ, ആ സ്വത്വം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് തന്നെ 1% പോലും സംശയമില്ലാതെ നമുക്ക് പറയാം, പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ്, ശൈലജ ടീച്ചർ എന്ന് പറയുന്ന നേതാവ്, തോമസ് ഐസക് എന്ന് പറയുന്ന നേതാവ്, G സുധാകരൻ എന്ന് പറയുന്ന മുൻ CPM നേതാവ്, ഇങ്ങനെയുള്ളവരെ മുഴുവനും കൃത്യമായി രാഷ്ട്രീയത്തിന്റെ പ്രമുഖധാരയിൽ നിന്നും മാറ്റി നിർത്തിയത് ഇന്നും CPM-ന്റെ സാധാരണ പ്രവർത്തകർക്ക് ദഹിച്ചിട്ടില്ല അത് വിഴുങ്ങിയെടുക്കുമ്പോൾ എന്നുള്ളതിന്റെ ഉത്തമോദാഹരണമാണ് 2026 തെരഞ്ഞെടുപ്പിലെ തോൽവി എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇത് മനസ്സിലാക്കാത്ത പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഇന്നും ആ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് വെറും അച്ചടക്കമുള്ള പാർട്ടിയുടെ അപ്പർ ഹാൻഡായി മാത്രം നിങ്ങൾ കാണരുത്.